സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മദ്രസാ വിദ്യാഭ്യാസത്തെ ഒരു സൈഡായിട്ട് നമ്മളൊക്കെ കാണാറുണ്ട്. പല മാതാപിതാക്കളുടെയും പരാതിയാണ്, ഉസ്താദെ എൻ്റെ മകന് രാവിലെ ട്യൂഷനാണ്, വൈകുന്നേരം ട്യൂഷനാണ്, മദ്രസയിൽ വരാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ മരണപ്പെട്ട് ഖബറിൽ കിടന്നാൽ നിങ്ങളുടെ ഖബറിൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങളുടെ മകന് സമയമുണ്ടാവുകയില്ല. ഭൗതികമായ പഠനം വേണ്ട എന്നല്ല പറയുന്നത്. ദുനിയാവിലെ പല കാര്യങ്ങൾക്കും അത് അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു. ഏറ്റവും നല്ല ജോലി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ രക്ഷിതാക്കളാകുന്ന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഖിറത്തിലേക്ക് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മരണപ്പെട്ട് കിടന്നാൽ നമ്മളുടെ ജനാസ സംസ്കരിക്കാൻ, മയ്യത്ത് നമസ്കരിക്കാൻ, ഖബറിൻ്റെ അടുത്ത് വന്നൊരു ഫാത്തിഹ എങ്കിലും ഓതാൻ എൻ്റെ മക്കൾക്കറിയാമോ എന്ന് രക്ഷിതാക്കളാകുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭൗതികമായ നിലയ്ക്ക് സ്കൂളുകളിലെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന ജോലിയും ശമ്പളവുമൊക്കെ നേടുമെങ്കിൽ നാളെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത് മദ്രസയിൽ നിന്നും പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.